ഹലോ ഗൈസ്, ഇന്ന് ഞാനിതെല്ലാം കൂടി ഒന്ന് രണ്ട് കാര്യത്തിനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ, കോട്ടപ്പുറമ്പ് ഹോസ്പിറ്റലിൽ ഒന്ന് എനിക്കും കാണിക്കാണ്ട് ലല്ലുവിനും കാണിക്കാണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നേരം വൈകിട്ട് ഇറങ്ങിയാണെങ്കിൽ അവിടെ എല്ലാവരും കാണിച്ച് ഏകദേശം പോകാനായിട്ടുണ്ടാവില്ല, അപ്പോൾ അധികം തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു ഐഡിയയിൽ വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഫുൾ ആളാണ് കേട്ടോ, നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ലല്ലുവിനെ കാണിച്ച് പിന്നെ എന്നെ കാണിച്ചു. അപ്പോൾ ലല്ലുവിന് യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. ബ്ലഡ് പിന്നെ എടുത്തിട്ട് അവനെ പരിചയമുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട വേണ്ട എന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കുപ്പിയും കയ്യിൽ തന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേ എത്ര ഉള്ള ഇനി അതാണോ എന്ന് വിചാരിച്ച് നിന്നിട്ടോ ഓനെന്നെ ചിരി വരിക എന്നിട്ട്. അങ്ങനെ റിസൾട്ട് കാണിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾക്കാണ് വിശന്നിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഞങ്ങൾ നേരെ ഒരു ഹോട്ടൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. കൊണ്ടത്തന്നപ്പോൾ വെജിറ്റബിൾ ബിരിയാണി, നോക്കുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പോണ്ടാണോ എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് SM പോയത്. അവിടെ തൊട്ടടുത്താണ് SM. ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു പരിസരത്തെത്തി SM കയറിയില്ലെങ്കിൽ എന്തോ ഒരു പൊറുതികേടാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ചിങ്ങനെ സാധനങ്ങൾ അധികം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. സാധനങ്ങളാകെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഓണത്തിനേക്കുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മേൻ്റെയൊക്കെ കൂട്ടിയിട്ട് പിറ്റേന്നേ വരുള്ളൂ കേട്ടോ. ഓണത്തിൻ്റെ തലേന്നൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അധികം വാങ്ങാറ്. അപ്പോൾ ഞങ്ങൾ പോയി ഇങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഓണം കൂടി ആയതുകൊണ്ട്, ഓണം അല്ലെങ്കിലും ഇവിടെ ഓൾറെഡി എപ്പോഴും തിരക്കാണ് ഉണ്ടാവുക. ഇപ്പോൾ ഓണമായതുകൊണ്ട് ഒന്നുകൂടി തിരക്കാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ. ഒന്ന് കഴിഞ്ഞ് ഓരോ ഷോപ്പല്ലേ, പലതരം സാധനങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ചുറ്റി കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഏട്ടൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ പോകുന്നു കേട്ടോ. കാരണം യുവമോള് വീട്ടിൽ അമ്മേൻ്റെ കൂടെ ഒറ്റക്കാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.